ഹലോ കൂട്ടുകാരെ, ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. എൻ്റെ സൗണ്ട് ഒന്ന് കുറച്ച് വല്ലാതെയാണ് ഇരിക്കുന്നത്, തൊണ്ടയൊക്കെ അടച്ചിട്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർക്കല്ലോ കേട്ടോ. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ കുറച്ച് വിശേഷമാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ചിക്കൻ വാങ്ങിയായിരുന്നു. അപ്പോൾ ആ ചിക്കൻ കറി വെക്കുന്നതെന്ന് കാണിക്കാമെന്ന് വെച്ച്. എപ്പോഴും ഞാൻ ചിക്കനും മീനും ഒക്കെ തന്നെയാണ് കാണിക്കുന്നത്, എന്നാലും കുഴപ്പമില്ല കേട്ടോ, ഒന്നും കൂടെ കാണിച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം നല്ല വൃത്തിക്ക് കഴുകി വാരി വെച്ചു. വലിയ വലിയ പീസായിട്ട് എടുത്ത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളിയും കൂടെയാണ്. കൊച്ചുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്, പക്ഷെ കൊച്ചുള്ളി പൊളിക്കാനുള്ള മടി കൊണ്ട് ഞാൻ സവാളയാണ് എടുത്തത് കേട്ടോ. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. ചില ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുത്താൽ നന്നായിട്ട് എളുപ്പം വഴണ്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഗ്രാമ്പൂ, കറുകപ്പട്ട, ഏലക്കായൊക്കെ സ്പൈസസ് ഒക്കെ കൂടി ഇടാം. അതിന് വേണ്ട പൊടികളും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചിക്കൻ പൊടിയാണ് കേട്ടോ. അതും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊരു പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാവേ. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. രണ്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. വലിയ വലിയ പീസാക്കി, ഞാൻ ചെറിയ പീസാക്കാൻ കേട്ടോ. അത് നന്നായിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാമേ. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ടായേ. എന്നിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് തക്കാളിയും കുറച്ച് കറിവേപ്പിലയും അതിന് ശേഷം നമുക്ക് തിളപ്പിച്ച വെള്ളമില്ലയോ അത് ഒഴിക്കണേ. ഇപ്പം ഞാൻ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ആലോചിച്ചെടുക്കുമായിരുന്നു ഞാൻ. എന്നിട്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടിയ കുമ്പളങ്ങയാണ്. അപ്പോൾ അതിട്ടൊരു പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഓക്കെ ആയി. നന്നായിട്ട് വെന്ത് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങ ഞാൻ വേവിക്കുന്നൊന്നും കാണിച്ചില്ല. അത് എപ്പോഴും ഞാൻ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാനത് കാണിച്ചില്ല കേട്ടോ. അതിന് തേങ്ങയൊക്കെ അരച്ചിട്ടാണ്. എന്നിട്ട് തേങ്ങ അരച്ച് കടുക് വറുത്തു. എന്നിട്ട് ഞാൻ തേങ്ങയുടെ പച്ചമണം മാറുന്നിടം മരുന്നുമായിട്ട് അതിന് ശേഷം വേവിച്ച് വെച്ച കുമ്പളങ്ങയും കൂടെ ഞാൻ അതിൻ്റെ അകത്തോട്ട് എടുത്തൊഴിച്ചേ. എന്നിട്ട് തൈരും കൂടെ ഒഴിച്ചു. ഈ തൈര് മിക്സിക്കകത്തിട്ട് അടിച്ചൊഴിച്ചാലും ഒന്നും കൂടി ഇങ്ങനെ കട്ട കൂടാതിരുന്നേനെ. അപ്പോഴത്തേക്കും കൂടെ കറണ്ട് എന്നെ ചതിച്ചു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചു കേട്ടോ. അങ്ങനെ പുളിശ്ശേരിയും റെഡിയായി. നല്ല ചൂട് ചോറും പിന്നെ ഞാൻ കായില്ലേ, ഏത്തക്കായും പയറും കൂടെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ. അതൊക്കെ എപ്പോഴും കാണിക്കുന്നതല്ലേ, എല്ലാം എപ്പോഴും കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനത് കാണിച്ചില്ല. അതും കുറച്ച് നല്ല ടേസ്റ്റാണ് പുളിശ്ശേരി. ഇങ്ങനെ കുമ്പളങ്ങ ഇട്ടൊന്ന് വെച്ച് നോക്കുക. പക്ഷേ അത് മിക്സിക്കകത്തിട്ട് അടിക്കുവാണെങ്കിൽ ഒന്നും കൂടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കറണ്ട് പോയതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വെച്ച ചിക്കൻ കറി കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ കൂട്ടുകാരെ? നിങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഒരു പപ്പടവും കുറച്ച് അച്ചാറും കൂടെ എടുത്തായിരുന്നേ. എല്ലാവരും എൻ്റെ ചാനൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അന്ന് എല്ലാവർക്കും ടാറ്റ, ഓക്കെ ബൈ.